സ്റ്റീഫനെ പറ്റി പറയാനാണെങ്കിൽ സ്റ്റീഫൻ ഭയങ്കര ശാന്തശീലനും വിനീത ഹൃദയവും ഉള്ള ഒരാളാണ്. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു. സ്റ്റീഫൻ കുഞ്ഞെ, ഐ ലവ് യു. സ്വഭാവമാണ്. അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരി ഇപ്പോഴത്തെ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബാലൻ ദൈവത്തെ ഒരുപാട് സ്നേഹിച്ച് പുരോഹിതനാകാൻ സെമിനാരിയിൽ ചേർന്നു. ഓർത്തൊക്കെ ഇവിടെ കെട്ടി അച്ഛന്മാരെ പോലെ അവിടെ കുർബാന ഇല്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ കുപ്പിക്കാതെ വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ അനാവളൊക്കെ തളിച്ച് വീട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുക. അവന്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറയുന്നത്, കത്തിജ്വലിക്കുന്ന തീഷ്ണത എന്ന് പറയുന്നത് ഈശോയ്ക്ക് വേണ്ടി അൾത്താരയിൽ ബലിയർപ്പിക്കുക എന്നുള്ളതാണ്. വീട്ടുകാർക്കൊരു പ്രതീക്ഷ, അവനിപ്പോൾ അച്ഛനാവുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ വിട്ടു. എനിക്കറിയാം ഇവൻ എവിടം വരെ പോകുന്നുള്ളത് എനിക്കറിയാം. ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വപ്നം കണ്ട് ഈ യുവാവ് കിടന്നുറങ്ങുകയായിരുന്നു. പെട്ടെന്ന് സ്വപ്നത്തിൽ ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിനക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട സ്റ്റെഫിയെ ഉപേക്ഷിക്കരുത്. തൻ്റെ പ്രിയപ്പെട്ട സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആ യുവാവ് തൻ്റെ ഇടവക ദേവാലയത്തിൽ ഇന്ന് ആ സ്വപ്നത്തെ പ്രതി മാത്രം തൻ്റെ സ്റ്റെഫിയെ തൻ്റെ പങ്കാളിയാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. സ്റ്റീഫൻ കുഞ്ഞിനെ പറ്റി പറയുമ്പോൾ ഞങ്ങളെല്ലാവരും അവനെ സ്നേഹത്തോടെ സ്റ്റീഫൻ കുഞ്ഞെന്നാണ് വിളിക്കുന്നത്. അവനെപ്പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയ ആളാണ് അവൻ. കുഞ്ഞുനാളിൽ അവൻ മമ്മിയുടെ ഭയങ്കര പെറ്റായിരുന്നു. ഭയങ്കര പാവത്താൻ ഒതുങ്ങിക്കൂടിയുള്ളൊരു ഒരാളായിരുന്നു അവൻ. कुछ तो लिखती हूँ, लिख के मिटाती हूँ मैं रात भर. ഞങ്ങൾ സിബ്ലിങ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഭയങ്കര അടിയും ബഹളമായിരുന്നു, വഴക്കായിരുന്നു. പക്ഷെ ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം എനിക്കാണേലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ആദ്യം വിളിക്കാൻ പറ്റുന്നത് കവിനെക്കാട്ടിലും കൂടുതൽ ആദ്യം എനിക്ക് വിളിക്കാൻ പറ്റുന്ന സ്റ്റീഫൻ തന്നെയാണ്. ആ കാര്യത്തിൽ ഐ ആം ലക്കി ടു ഹാവ് ഹിം. അത്രേ ഉള്ളൂ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സ്റ്റീഫനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഇന്ന് മുതൽ വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയായി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. We were talking to the sunset, throwing dreams against the wall. Oh, I hope you know I will carry you up, whether it's tonight or 55 years down the road. Oh, I hope you know I will carry you home, whether it's tonight or 55 years down the road.